കുത്തിക്കൊണ്ടിരിക്കണം. ഒന്ന് പോയി നോക്കിയിരിക്കാം. ഡി ഡി പോയി കഥവ് ലൂസ് കൊച്ചിൻ്റെ ഇനി പിന്നെ എന്തോ ചെയ്യണം? പല്ല് പൊട്ടിച്ചെന്ന് അറിഞ്ഞാലോ. കുറച്ചേരം ഇവിടെ നിൽക്കാം. അവളെന്തോ ചെയ്യാം. ഡി ഒരു കഥവ് നോക്കായിരുന്നു. ഇപ്പൊ അവിടെ വരും. വന്നോടി നീ? വരാതെ പിന്നെ ഞാൻ അവിടെ തപസ്സിരിക്കാൻ പോകുന്ന. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ള. എത്ര നേരമാണ് നീ കഥവും കുത്തിക്കൊണ്ടിരിക്കുന്ന? ഞാൻ എത്ര നേരം ഇവിടെ നിന്നിട്ട്? അല്ല പിന്നെ നീ എൻ്റെ ഡ്രസ്സ് ഇട്ടേക്കുന്ന കൂടെ ഒരു തോർത്തുണ്ടല്ലോ, അതെന്താടി? ചേച്ചി ഷോളാണ്. ഇതൊക്കെ പുതിയ ട്രെൻഡ്. ഇടി നമ്മൾ രണ്ടുപേരും ഒരേ ഡ്രസ്സ് ഇട്ട് തോർത്തെടുത്തില്ലാന്നല്ലേ. അത് ഞാനിവിടെ ഇനി തോർത്തെടുത്താ അയ്യോ ആൾക്കാർ നിന്റെ കുറ്റം എൻ്റെ തലയ്ക്കാക്കി വയ്ക്കും. ആകെ എനിക്ക് ചൂടാണ് ഇഷ്ടം. അതെ, എനിക്ക് തണുപ്പാണ് ഇഷ്ടം. അത് ചൂടാണ് ഇഷ്ടം. ഇവിടെ തണുപ്പ്. അപ്പം നിന്റെ തോർത്തെടുക്കൂല. അപ്പം നിന്റെ കുറ്റമല്ല, എന്നെ അടുത്ത് എല്ലാവരും പറയും. അപ്പം എൻ്റെ നല്ല വാക്കുകളെല്ലാം നിന്റെ അടുത്ത് പോവും അല്ലേ? അല്ല പിന്നെ അങ്ങനെയൊക്കെ പേടി. അതിൻ്റെ ഓപ്പോസിറ്റാണ്. എൻ്റെ നല്ല വാക്കുകളാണ് നിന്റെ അടുത്ത് വരും. നിന്റെ ചീത്ത വാക്ക് എനിക്ക് കിട്ടും. അങ്ങനെയാണ്. ഇപ്പോൾ മുമ്പത്തെ ശരണി മാമൻ്റെ എനിക്ക് നീയല്ലടി പായസം വെച്ച് തള്ളിയിട്ട് പൊട്ടിച്ചത്. പിന്നെ എന്നെ അല്ലേടി നീ കുറ്റപ്പെടുത്തിയത്. അത് എനിക്ക് സൂക്കേട് വന്നതാണ്. അത് നമ്മൾ മുമ്പ് അത് ആ കാര്യം വിട്ടേക്ക്. നീയല്ലേടി മുമ്പ് ബെഡ്ഷീറ്റിന്ന് കളീസൊക്കെ കഴിച്ചത്, ജനാല പൊട്ടിച്ചത്. പിന്നെ എന്നെയാണോ നീ കുറ്റം പറയുന്നത്? എടി ഉണ്ടാക്കി പറയുന്ന കാട്ടെ നീ എന്തെങ്കിലും നല്ലത് എൻ്റെ ലെവലിലോട്ട് വാ. ഒരു തോർത്ത് താടി ഇങ്ങോട്ട് തോർത്ത് ഞാൻ എടുത്തോളാം. ഈ തോർത്ത് അയ്യോ ഇനിയിപ്പോൾ ആരും വിചാരിക്കും നീ പോയി ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്നേ. വാങ്ങിക്കാനാണ് ഞാൻ കുത്തുമ്പോൾ ഇതൊക്കെ ഫാഷനിൽ കൊണ്ടുവന്ന. വേണം നീ പോയി അങ്ങോട്ട് ചെന്നാട്ടെ കേട്ടോ. ഈ കൊച്ച് വീണ്ടും ഇങ്ങനെ തുടങ്ങി. ഞാൻ എന്തോ ചെയ്യണം? എന്തോ ചെയ്യണം? അവരുടെ പേരെന്താ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നാടകം നടത്തുകയാണ്. അതിൻ്റെ ഒന്നാമത് നമ്മളുടെ ഇനിയിപ്പോൾ ഈ വീഡിയോ ഒന്നും പറ്റൂല. നീ ഒറ്റൊരുത്തി കാരണം കാട്ടൊക്കെ ചെയ്യേണ്ടി വന്നു. അടുത്ത അമ്മേനെ കിട്ടി. അമ്മ നീ വന്നേ. നമ്മള് 3 പേരും ഒരേ ഡ്രസ്സാ. അയ്യോ അപ്പോൾ അമ്മേൻ്റെ പൂച്ച എൻ്റെ തലയ്ക്കും. അയ്യോ